ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഹാർബറിൽ പോയി മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വലിയ മീൻ കുറച്ച് കാശിന് കിട്ടും. അങ്ങനെ നേരെ നമ്മുടെ മുനമ്പ ഹാർബറിലേക്ക്, നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോട് മുനമ്പ ഹാർബർ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇവിടെ പാലം പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജങ്കാർ സർവീസ് നിർത്തലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ശരിക്ക് വണ്ടിയൊക്കെ നമുക്ക് ഹാർബറിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ചെറിയ ബോട്ട് കിട്ടി. ഈ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മാത്രം കയറ്റുന്ന ഒരു ബോട്ടാണ്. അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല, കാരണം ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ടും അധികം ആരൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഈ ബോട്ടിൽ പോണ കാഴ്ചയാണ് ഈ കാണുന്നത്. എത്ര മനോഹരമെന്നറിയോ, നമ്മുടെ ഈ കടലും ഈ പുഴയും ചേർന്ന സ്ഥലത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല ഞാരൻ ചെമ്മീൻ, നല്ല അടിപൊളി സാധനം, ഫ്രഷ് സാധനം തന്നെ പറയാം. അപ്പോൾ അത് ഒരു വള്ളക്കാർ കൊണ്ടുപോയി വെച്ചിട്ട് ലേലം വിളിക്കുന്ന പരിപാടിയാണ്. ഏറ്റവും നല്ല പരിപാടി മീൻ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബൾക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ലേലം പിടിക്കാനാണ്. കാരണം ഇത്രയും ചെമ്മീൻ വിളിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയ്ക്കാണ് ഇത്രയും ചെമ്മീൻ വിളിച്ചത്. ഇതൊരു 10-12 കിലോ ഉണ്ടാവും. അതിങ്ങനെ വീഡിയോ കാണുന്ന പോലെയല്ല, ശരിക്കും ഉണ്ട് ഇത്. പിന്നെ വലിയ ചെമ്മീനും കൂടിയാണ് ഇത്. ഇവർ പെട്ടെന്ന് ലേലം വിളിച്ച് പോകും. ഏറ്റവും നല്ല ഹോട്ടലുകാരോ അല്ലെങ്കിൽ വീടുകളിലേക്ക് വലിയ വലിയ ആവശ്യങ്ങൾക്കുള്ളവർക്കൊക്കെ ഇങ്ങനെ ലേലം പിടിക്കുന്നത് നല്ലത്. പിന്നെ വിദേശത്തേക്കൊക്കെ അച്ചാർ കൊണ്ടുപോകാനായിട്ട് ഇതൊക്കെയാണ് നല്ലത്. അത് കഴിഞ്ഞ് അപ്പത്തന്നെ അടുത്ത കൊണ്ടുവന്ന് ഇത് നല്ല അയലയാണ്, അയല കുഞ്ഞുങ്ങൾ. ഇതും അതെ, അത്യാവശ്യം ലേലത്തിന് വേഗം പോയി. നമ്മളെ വീടുകളിൽ കൊണ്ടുവരുന്ന മീൻ കച്ചവടക്കാരാണ് കൂടുതലും ഇതൊക്കെ ലേലം പിടിക്കുന്നത്. കാരണം അവർക്ക് ഇത് ഒരു ബൾക്കായിട്ട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചായിട്ട് കൊടുത്താലും അവർക്ക് അവരെ കച്ചവടം നടക്കുകയും ചെയ്യും, അവർക്ക് അന്നത്തെ കൂലി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ അവർ നടത്തുന്നത്. ഇതൊക്കെ നിസ്സാര വിലക്കാണ് പോണത്. കാരണം മായില്ലാത്ത നല്ല പച്ച മീൻ കഴിക്കണമെങ്കിൽ ഇങ്ങനെ വന്ന് പിടിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കടലിൽ നിന്ന് നേരെ വന്ന് പിടിക്കണ മീനാണ്. കണ്ട ഓരോരോ ബോട്ടുകാർ വന്നിട്ട് ബോട്ടുകാരല്ല, വള്ളക്കാർ. ഈ വള്ളക്കാരാണ് ഈ മീൻ കൊണ്ടുവരുന്നത്. ഇവർ വെളുപ്പാങ്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 3 മണിക്ക് പോയി പിടിച്ചു കൊണ്ടുവരുന്ന മീനാണ്. അപ്പം അതിനതിൻ്റേതായ അത്രയ്ക്ക് പരിശുദ്ധി ഉണ്ട്. ഈ ഓരോരോ കള്ളികളിലായിട്ടാണ് മീൻ പിടിച്ച് കൊണ്ടുവരുന്നത്. ഇതൊരു വള്ളക്കാർക്ക് കിട്ടിയ മീനാണ്. ഇത് ഒരു 3 കള്ളി ഉണ്ടാവും. ഈ കള്ളികളിൽ വെച്ചിട്ട് ഇപ്പം തന്നെ ലേലം പിടിക്കും. കാരണം വലിയ വലിയ തട്ടുകൾ, ഇഷ്ടംപോലെ തട്ടുകളുള്ളവരും പിന്നെ കച്ചവടക്കാരും ഒരുമിച്ച് ലേലത്തിലെടുക്കും. ഇത് എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 രൂപയ്ക്കാണ് ഈ കള്ളിയിലെ മീൻ ലേലത്തിനെടുത്തത്. അതവർ കണ്ടിട്ട് അവർക്ക് നോക്കിയിട്ട് ഇപ്പോൾ എത്ര കിലോ ഉണ്ടോയെന്ന് ഉദ്ദേശം അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ കുറേ പേര് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഓരോരോ മീൻ കച്ചവടക്കാർ എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മീനാണെങ്കിലാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ചെറിയ മീനുകൾ ലേലത്തിനെടുക്കണം. അത് ഇത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഒരു 10-20 കിലോ ആണെങ്കിൽ താഴെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലേലത്തിൽ പിടിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള വള്ളക്കാരിൽ നിന്ന് എടുക്കുന്നത് കൂടുതലും വലിയ വലിയ കച്ചവടക്കാരായിരിക്കുള്ളൂ, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യണവർ അങ്ങനെ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മളോട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവർ മീനൊക്കെ കറിക്ക് വേണ്ടി മീനൊക്കെ കോരിത്തരും. അത് കണ്ട അത്രയും വലിയ ബക്കറ്റിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു ചേട്ടൻ കോരി തന്നു, നമ്മളടുത്തുള്ളൊരു ചേട്ടനായിരുന്നു. അങ്ങനെ അന്നത്തെ കറിക്കുള്ളത് കിട്ടി. ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമുള്ളവരാണ്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപജീവന മാർഗ്ഗമാണ്. നമ്മെപ്പോഴും കടലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കടൽ കാണാൻ പോകുമ്പോഴൊക്കെ ഇവരെ നമുക്ക് കാണാം. കാരണം അന്നാന്ന് പണിയെടുത്ത് അന്നാന്ന് മീൻ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും ഇവർക്ക് എല്ലാവരും ചെയ്തു കൊടുക്കണം. കാരണം അത്രയ്ക്ക് ഇവർ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഓരോരോ മീനുകളായാലും. മീനുകളില്ലാണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, കേരളീയക്കാർക്ക് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും കടലിൻ്റെ മക്കൾക്ക് ഇത്രയും നമുക്ക് സേവനം ചെയ്തുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.